സർവാദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, ഈ സിബാക്കിൻ്റെ കലാമാമാങ്കത്തിൽ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം ഉമ്മയെ മറക്കല്ലേ എന്ന വിഷയാസ്പദം അല്പം കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. സ്നേഹവും പ്രണയവും അനാചാരങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 10 മാസം ഗർഭം ചുമന്ന് 10-20 കൊല്ലം പൊത്തി വളർത്തിയ മാതാവിനെ ഉപേക്ഷിച്ച് അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെങ്ങളെ, നിന്നോടാണ് നബി പറയുന്നത്, അൽ ജന്നതു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം. ആ ഉമ്മയുടെ കണ്ണീരിന് നീ കാരണമായാൽ നീ നരകത്തിലാണ്. ഒരിക്കലൊരു സ്വഹാബി നബിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ജനങ്ങളിൽ ആരോടാണ് ഞാൻ ഏറ്റവും നന്നായി കടപ്പെടേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മൻ, പിന്നെ ആരോടാണ്? സുമ്മ ഉമ്മുക, പിന്നെ നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും ചോദിച്ചപ്പോൾ അതും നിന്റെ ഉമ്മയോടാണ്. നാലാമത് ചോദിച്ചപ്പോൾ അബൂക, നിന്റെ ഉപ്പയോടാണ്. മനുഷ്യ, 3 പ്രാവശ്യവും നാം നമ്മുടെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ കിടപ്പെടേണ്ടത്. ആ പ്രിയപ്പെട്ട ഉമ്മയെ നാം സ്നേഹിക്കണം. നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ പരിശുദ്ധമാക്കപ്പെട്ട ജിഹാദിനേക്കാളും നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ശ്രേഷ്ഠമായതാണ്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യുന്നൊരു വാക്ക് പോലും പറയരുതേ. അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെ പറ്റി ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമലതു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ക്ഷീണിച്ച് അവശയായിട്ടും തളർന്ന് ബലഹീനയായിട്ടും അവനെ 10 മാസം ഉദരത്തിൽ കൊണ്ടു നടന്നവളാണ് ഉമ്മ. അല്ലയോ മുഅ്മിനീങ്ങളെ? ബൽക്കാ പ്രദേശക്കാരനായ മുഹമ്മദ് ബിൻ ഫാറൂഖ് എന്ന വ്യക്തി ഒരിക്കൽ ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന വേളയിൽ മാലിക് ബിൻ ദീനാർ തങ്ങളെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അവിടുന്ന് മാലിക് തങ്ങൾ ചോദിച്ചു, ഇബ്നു ഫാറൂഖ്, താങ്കൾ ഹജ്ജ് ചെയ്തവനല്ലേ? താങ്കളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലല്ലോ, എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഫാറൂഖ് പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മയെ കരിച്ചു കൊന്നവനാ. ഒരു റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് കരിച്ചു കൊന്നവനാണ് ഈ ഫാറൂഖ്. അദ്ദേഹത്തിന്റെ വിഷമം കണ്ട് സഹിക്കാനാവാതെ മാലിക് തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ പാപമൊന്ന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, ഇല്ല തങ്ങളെ, പുറത്തു കൊടുക്കൂല. 3 ദിവസം നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ ഈ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുക്കൂല. ആരാണ് പടച്ചവൻ? വല്ലാത്ത കരുണയുള്ള പടച്ചവൻ പറയുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചുളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്ന 2 അക്ഷരമല്ലയോ ചൊല്ലിപ്പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമതായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ കൂടിയതും പറഞ്ഞതും കേട്ടതുമെല്ലാം അവൻ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉമ്മയുടെ കൂടെ കഴിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.